പേര് അഭിലാഷ്, എൻ്റെ സ്ഥലം തൃശ്ശൂർ, എൻ്റെ ഭാര്യ പേര് ജോഫി. ഞാനിവിടെ നിന്ന് രണ്ടാമത്തെ പ്രാവശ്യമാണ് സാക്ഷ്യം പറയുന്നത്. ആദ്യത്തെ പ്രാവശ്യം ഓൺലൈനിൽ ഉടമ്പടി എടുത്തിട്ട് ഒരു സാക്ഷ്യം പറഞ്ഞിരുന്നു. ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് 6 വർഷമായിട്ട് ഞങ്ങൾ കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. ഞാൻ 2021 ഉടമ്പടി വന്ന് ഇവിടെ എടുത്തത്. ഞാൻ ഡോക്ടർമാരെ കാണിക്കാറുണ്ടായിരുന്നു. ഡോക്ടർമാർ പറയും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ പീരീഡ്സിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ മാസം കഴിയുന്തോറും ശരിയാവും എന്നാണ് വിചാരിച്ചത്. അവസാനം ഒരു ഡോക്ടറെ കണ്ടപ്പോൾ ആൾ പറഞ്ഞു ഇത് ചെയ്യണം, അല്ലാണ്ട് ചിലപ്പോൾ അത് ശരിയാവാൻ സാധ്യത കുറവാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 4ാമത്തെ പുതുക്കിൽ ഇവിടെ അച്ഛനെ എനിക്ക് കാണാൻ, ഞാനും എൻ്റെ ഭാര്യയും കൂടി വന്നപ്പോൾ എനിക്ക് ഇവിടെ അച്ഛനെ കാണാൻ സാധിച്ചു. 2022 ഓഗസ്റ്റിലാണ് ഞാൻ 4ാമത് പുതുക്കിയത്. ഓരോ പ്രാവശ്യം പുതുക്കുമ്പോഴും ഇത് ശരിയാവുന്നതിനും എല്ലാം എന്നാലും വിശ്വാസം ഉണ്ടായിരുന്നു. 4ാമത്തെ പ്രാവശ്യം അപ്പം എന്നോട് അവിടെ ആൾക്കാരൊക്കെ നീ 4ാമത്തെ പ്രാവശ്യം പുതുക്കണത്, ഈ പുതുക്കാൻ പോയിട്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായിരിക്കും. ഞാൻ പറയും പുതുക്കലല്ലോ, നമുക്ക് ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം മാതാവിനെ രക്ഷിക്കുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ ഓഗസ്റ്റ് മാസം ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ടു. അതിന് തൊട്ട് മുന്നേ ഞങ്ങൾ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് പീരീഡ്സ് കറക്റ്റ് അല്ലാത്ത കാരണം ഇത് ചെയ്യേണ്ടി തന്നെയേ വരുള്ളൂ എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു അടുത്ത 3 മാസത്തെ ഉടമ്പടി പുതുക്കുന്നതിന് മുന്നേ പ്രഗ്നൻ്റ് ആവും, ഞാൻ ഉടമ്പടി തൈലം വയറും വെച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അച്ഛൻ ഉടമ്പടി തൈലം തന്ന് കഴിയുമ്പോൾ കൊടുത്തു. അത് ഇവിടെ പോയിട്ട് വയറും വെച്ച് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ 2 മാസം സമയത്ത് തന്നെ ഇവൾ പ്രഗ്നൻ്റായി. പ്രഗ്നൻ്റായിപ്പോഴും കുറേ പ്രശ്നങ്ങൾ എനിക്ക് വേണ്ടു. ഇവൾ ഇറങ്ങി വന്നിട്ട് ഓപ്പറേഷൻ സ്റ്റിച്ച് ചെയ്തിട്ടാണ് നിർത്തിയത്. എന്നാലും യാതൊരു കുഴപ്പമില്ലാതെ നല്ല സുഖപ്രസവ കുഞ്ഞിന് തന്നെ കൃപാസന മാതാവ് ഞങ്ങൾക്ക് തന്നെ അനുഗ്രഹിച്ചു. ഞങ്ങളുടെ അടുത്തുള്ളവർ വെച്ചു ഞങ്ങൾ ചികിത്സിച്ച്, അതായത് ഡോക്ടർമാരെ എന്തെങ്കിലും ചികിത്സ മുഖാന്തരം ചെയ്തിട്ടാണോ കുഞ്ഞുങ്ങളുണ്ടായെന്ന് തന്നെ കുറേ ആൾക്കാർ ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല, കൃപാസന മാതാവിൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് ഈ കുഞ്ഞിന് തന്നതെന്ന് ഞാൻ പറഞ്ഞു. അവർക്ക് വരെ വിശ്വാസം ഉണ്ടായിരുന്നില്ല. അതായത് എല്ലാവരും ചോദിച്ചത് 6 വർഷമായിട്ടും ഇതുവരെ കുഞ്ഞില്ലാത്ത അവർ വിചാരിച്ചത് എന്തെങ്കിലും ചികിത്സ. ഇപ്പോഴും ചോദിക്കുക ഏത് ഡോക്ടറെ കാണിച്ച് ഏത് ചികിത്സയെന്ന് ചോദിക്കും. ഞാൻ ഇപ്പോഴും പറയും അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെ കൃപാസനമായിട്ട് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ എനിക്ക് കുഞ്ഞുണ്ടായതെന്ന് പറയും. അപ്പോൾ ആൾക്കാർക്ക് ഈ ഹിന്ദുക്കൾ ഭയങ്കര അപ്പോൾ അവർ പറയും അങ്ങനെ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും പറയും ഹിന്ദുക്കൾ അവരോട് പറയും ഇനി അങ്ങനെ ഒരു വിശ്വാസത്തിലാണ് കുഞ്ഞുണ്ടായതെന്ന് ഞാൻ പറയും. അങ്ങനെ ദൈവം കൃപാസന മാതാവ് നല്ലവരെ അനുഗ്രഹിച്ചു. പിന്നെ ഒരു 4-5 മാസം മുന്നേ ഞാൻ വീടിൻ്റെ മുകളിൽ കയറി നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് മഴക്കാലമായിരുന്നു. മഴക്കാലം കഴിഞ്ഞ സമയത്ത് വീടിൻ്റെ മുകളിൽ നല്ല വഴുക്കലുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് അറിയാണ്ട് മുകളിൽ നിന്ന് നല്ല നിലത്തേക്ക് വീണ വശം ഞാൻ മാതാവേ എന്ന് വിളിച്ചു. ഞാൻ എഴുന്നേറ്റ് പോയിട്ട് ഉടമ്പടി തൈലം വീട്ടിൽ അപ്പോൾ ഇരിക്കണ്ടായിരുന്നു. ഉടമ്പടി തൈലം ഞാൻ എൻ്റെ ബാക്കിലും എൻ്റെ നെറ്റിയിലും പറ്റി. വീട്ടുകാരെ എന്നെ ആശുപത്രി പോകാൻ ആശുപത്രി പോയി. ആശുപത്രിയിൽ പറഞ്ഞു തണ്ടിലോടിയാൻ സാധ്യത എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കൊരു കുഴപ്പം പറ്റിയിട്ടില്ല, ഞാൻ ഉടമ്പടി തൈലം നന്നായി ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി നല്ല പ്രാർത്ഥിച്ചു. അവർക്ക് തന്നെ അതിശയം എന്തു പറ്റി, ഒരു കൈയും കാലും കൊഴിഞ്ഞു പോലും ഒന്നും ചെയ്തില്ല. അതായത് ഞാൻ ഭയങ്കര ഇതായിട്ടാണ് ഞാൻ നടക്കണേന്ന്. അവർക്ക് 2 മണിക്കൂർ അവർ നോക്കിയിട്ട് പറഞ്ഞു വേറെ സ്കാനിങ് ചെയ്തു, വേറൊരു യാതൊരു കുഴപ്പമുണ്ടായില്ല. ആ വീഴ്ച മുകളിൽ നിന്ന് വീണ വീഴ്ച വീട്ടുകാർ വീണ് വിചാരിച്ചു ഞാൻ അങ്ങനെ കിടപ്പിൽ കിടപ്പുമെന്ന് വിചാരിച്ചുള്ളൂ. പക്ഷേ ആ വീഴ്ചയിൽ എനിക്ക് യാതൊരു കുഴപ്പമില്ലാതെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അപ്പോഴും ചോദിച്ചാൽ അവിടുത്തെ ഇതെങ്ങനെയാണ് എനിക്ക് ഇങ്ങനെയൊക്കെ അത്ഭുതങ്ങളുണ്ടാവും. ഞാൻ പറഞ്ഞു കൃപാസന മാതാവ് എനിക്ക് നല്ലൊരു അനുഗ്രഹം നൽകി അനുഗ്രഹിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ബിസിനസ്സിൽ വളരെ മോശമായിട്ടുള്ള സാഹചര്യമായിരുന്നു. ആ ബിസിനസ്സിലും നല്ലൊരു വളർച്ച ഉണ്ടാവാൻ എന്നെ സഹായിച്ചു. ഈ കോവിഡ് സമയത്ത് ഞാൻ സമയത്താണ് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് അപ്പച്ചന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടുന്ന് ഉടമ്പടി തൈലും തേനും അപ്പച്ചന് ശ്വാസം മുട്ടും ഭയങ്കര ബുദ്ധിമുട്ട്, ശ്വാസം കിട്ടാണ്ട് ഭയങ്കരമായിട്ട് താന്നു. ആൾ ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിലാന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വിളിച്ച് പറയുകയും ഇവിടുത്തെ പ്രാർത്ഥന സഹായം അപേക്ഷിക്കുകയും ചെയ്തു. ഇവിടെ നിന്ന് ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്ത സമയമായിരുന്നു. ആ സമയത്ത് കൊണ്ട് ഉടമ്പടി തൈലും ഉപ്പും അപ്പച്ചന് കൊടുത്ത് അത് കുഴപ്പമില്ലാണ്ട് അപ്പച്ചപ്പന് യാതൊരു കുഴപ്പമില്ലാണ്ട് അപ്പച്ചൻ ഇപ്പോൾ ഇരിക്കുന്നു. അതിനോട് മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. ഇവളുടെ അനിയത്തി നഴ്സിംഗ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, അവൾ ലാസ്റ്റ് ഇയർ പരീക്ഷയ്ക്ക് ജയിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അവൾക്ക് നല്ല മാർക്കോടുകൂടി ഞാൻ ഉടമ്പടിയിൽ ഉപ്പും കൊടുത്ത നല്ല മാർക്കോടുകൂടി ജയിക്കുകയും അവൾ ജോലി ചെയ്യാൻ പോയ സ്ഥലത്ത് അവളവിടെ ബോംബെയിലാണ് ജോലി ചെയ്യുന്നത്. അവൾ ആ ജോലി ചെയ്യണ സ്ഥലത്ത് അവളവിടെ മുഴുവനാക്കാൻ പറ്റില്ല. പോയ സമയത്ത് അവളവിടെ നിന്ന് പോരുക എന്ന് പറഞ്ഞു. ഞാനിവിടെ ഇപ്പോഴും ഉടമ്പടി എടുത്ത് പുതുക്കി 8ാമത്തെ പുതുക്കൽ എൻ്റെ ഇപ്പോൾ കഴിഞ്ഞു. ഞാൻ ഇപ്പോഴും ഉടമ്പടി എടുത്ത് പുതുക്കിക്കൊണ്ടിരിക്കുന്നു. ഓരോ പുതുക്കലും ഓരോ ചെറിയ അനുഗ്രഹങ്ങളൊന്നും തന്നിട്ടിരിക്കില്ല. അവൾ ആ ജോലി അവിടെ മുഴുവനാക്കില്ല എന്ന് പറഞ്ഞ് ആളിപ്പോൾ 1.5 വർഷമായിട്ട് അവിടെ ആ ഹോസ്പിറ്റലിൽ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അവിടെ യാതൊരു കുഴപ്പമില്ലാണ്ട് അവളവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ അനുഗ്രഹത്തിന് ഞാൻ നന്ദി പറയുന്നു. ഞാൻ പിന്നെ ഈ ഉടമ്പടി എടുത്തുകൂടി ഇവിടേക്ക് വരാനായിട്ട് കുറച്ച് ആൾക്കാരൊക്കെ ഞാൻ അവിടെ നിന്നിട്ട് ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞ ഇങ്ങനെ കൃപാസന സ്ഥലമുണ്ട്, അവിടെ നിന്ന് ആൾക്കാരൊക്കെ കൊണ്ടുപോകാനും അവിടെ നിന്ന് വന്ന ആൾക്കാർക്കും ചില അനുഗ്രഹങ്ങളൊക്കെ കിട്ടുകയും ചെയ്തു. ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ഉടമ്പടി തൈലും ഉപ്പും അവിടെ അക്രൈസ്തരായ ആൾക്കാർക്കായാലും ചില ആൾക്കാർ വിശ്വാസം ഉണ്ടായിരുന്നു, അവർക്കും ചെറിയ ചെറിയ അത്ഭുതങ്ങൾ ഉണ്ടായിരുന്നു. അവരെ പറയാറുണ്ട്, അവർക്ക് ഉപ്പും തൈലും കൊടുക്കാറുണ്ട്. ഇത്രയും തന്നെ മാതാവിന് ഒരുപാട് അനുഗ്രഹിക്കുന്നു. ഞാൻ പിന്നെ പ്രേക്ഷക പ്രവർത്തന നിലയിൽ ഞാൻ ഇടവകയിൽ കുർബാനയ്ക്ക് കൊടുക്കാൻ വയ്യാത്ത രോഗികൾക്ക് കുർബാനയ്ക്ക് കൊടുക്കാൻ പോകാറുണ്ട്. എല്ലാ മാസം പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ എനിക്ക് ഇലക്ട്രിക് വർക്കാണ്. ഞാൻ അവിടെ അനാഥാലയങ്ങളും അങ്ങനെ പോകാറുണ്ട്. അവിടുത്തെ വർക്കുകളും അങ്ങനെയൊക്കെ അങ്ങനെ ഫ്രീ ആയിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. അതിന് പേരിൽ എനിക്ക് വർക്കുകൾ കൂടുതൽ ഉണ്ടാവുക ചെയ്യണത്, കുറവായിട്ടൊന്നും ഇതുവരെ മാതാവ് എനിക്ക് തന്നിട്ടില്ല. ഇത്രയും അനുഗ്രഹം തന്ന ഞങ്ങൾക്ക് നല്ല കുഞ്ഞു മാതാവ് കൃപാസന മാതാവിനോട് 1000 നന്ദി പറയുന്നു.